നമ്മളിപ്പോൾ നിൽക്കുന്നത് പുല്ലൂരാണ്. അന്നേരം ഹാപ്പി നോറ ഫെസ്റ്റിലാണ് വന്നേക്കുന്നത്. അന്നേരം പ്ലാന്റുകളൊക്കെ ഇറക്കി വെച്ച് സെറ്റായി തുടങ്ങിയേക്കുക. നമുക്ക് നമ്മളെ 2 സുഹൃത്തുക്കളുണ്ട്, നമ്മളെ ഫോളോവേഴ്സാണ്. അണ്ണാ പേരെന്തുവാ? എന്റെ പേര് അരുണെന്നാണ്. അരുണെന്നാണ്. അന്നേരം ബ്ലാക്ക് റോസ് ഒക്കെ ആണല്ലോ കൈ വെച്ചോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറാണ് അണ്ണാ. ചെടിയൊക്കെ എങ്ങനെയുണ്ട്? ചെടിയൊക്കെ അടിപൊളിയാണ്. ചെടിയൊക്കെ ആവശ്യത്തിന് ചെടികളുണ്ട്. നല്ല വിലക്കുറവിലാണ് ചെടിയൊക്കെ കിട്ടുന്നത്. അതെ അതെ അതെ. ഇത് കറക്റ്റ് എവിടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു? ലൊക്കേഷൻ പുനലൂരിന്ന് അഞ്ചൽ പോകുന്ന റൂട്ടിൽ ചുടുകെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ചുടുകെട്ട എന്ന് പറയുന്ന സ്ഥലത്താണല്ലേ? അന്നേരം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വന്നോണ്ടിരിക്കുക. നാളെ അതിന്റെ ഇനാഗ്രേഷൻ ഒക്കെയാണ്. അന്നേരം നമ്മളിപ്പം ലോഡ് ഇറക്കുന്ന സമയത്താണ് കണ്ടിട്ട് ഓടി വന്ന് റോസ് ഇറക്കുന്ന കണ്ടിട്ടല്ലേ? അതെ അതെ അതെ. അന്നേരം ഒരുപാട് ചെടികൾ, ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. കുറെ പ്ലാന്റുകൾ വന്നപ്പോ തന്നെ ഒരു വാരി. അതെ അതെ. അതിന് നല്ല ആദ്യമേ വരുന്നവർക്ക് അപ്പം മൊട്ടറോസ് എന്ന് പറയുന്നവർക്കല്ലേ? അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ. എന്താ പേരെന്തുവാ പറ? രതീഷ്. അണ്ണാ എന്ത് ചെയ്യുന്നത്? അടിപൊളി. നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണല്ലേ? കുറച്ച് ദിവസം ഞങ്ങളിവിടെ കാണണം, കൂടെ കാണണം. ഓക്കെ ഓക്കെ. അണ്ണാ പേര്? എന്റെ പേര് അരുണെന്നാണ്. അരുണെന്നാണ്. അണ്ണന്റെ പേര് രതീഷ്. അന്നേരം കാണാം. അന്നേരം പ്ലാന്റുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ വരാനുണ്ട്. അതിന് സമയം പോലെ വന്നു കഴിഞ്ഞാൽ കാണാം അല്ലേ? അതെ അതെ. താണ്ടെ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന മരം പോലത്തെ റോസ് കേട്ടോ. മരം പോലെ ഇരിക്കുന്ന റോസ് നോക്കി നോക്കി, ഇഷ്ടം പോലെ പൂവായിട്ട് നിൽക്കുന്ന നോക്കി നമ്മളെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കി ആ പ്ലാന്റ് അഴക് നോക്കിയതാണ്ട്. ഇതേപോലെ മരമായിട്ടിരിക്കുന്ന റോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്ത കാണാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം മരം പോലത്തെ റോസ് നമ്മളിപ്പം കൊണ്ടുവന്നേക്കുന്നത്. ഇത് ഇറക്കുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ. ഒരു ഫുൾ ലോഡ് സാധനം വന്നതാ. ഈ പ്ലാനെ കൊണ്ട് ഇറങ്ങാം. അതിനാണ് പയ്യ പിടിച്ചോ. നല്ല അടിപൊളി പ്ലാന്റ്, വലിയ ചട്ടിയിൽ നിറച്ച് പോട് കൂടിയിട്ടുള്ളതാണ്ടേ. ടൈഗർ സ്ട്രൈപ്പ് റോസ്. അയ്യോ നല്ല വെയിറ്റ് ഉണ്ട്. അയ്യോ താണ്ടെ അടുത്ത പ്ലാന്റ് പിടിച്ച്. താണ്ടെ അടുത്തെന്ന് പറഞ്ഞാൽ നിറച്ച് മുട്ടോടുകൂടി ഇരിക്കും നോക്കി. താണ്ടെ അടുത്തത് ഗോൾഡൻ ഡ്രാഗൺ. ഒരു രക്ഷയില്ല. നല്ല അടിപൊളി പ്ലാന്റ്. താണ്ടെ അടുത്ത പ്ലാന്റ് പിടിച്ചോ. അത് വെയിറ്റ് കൊണ്ട് കുഴപ്പമില്ല. വെയിറ്റ് കൊണ്ട് ചരിഞ്ഞു പോയി ചേട്ടാ. താണ്ടെ പ്ലാന്റ് നോക്കി. ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് ആണ്. ഇതെല്ലാം ഇറക്കുന്നത് നമുക്ക് എവിടാന്നൊക്കെ അറിയാനായിട്ട് എന്തായാലും താല്പര്യം കാണാം. എല്ലാം കൂടിയുമായോ നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകളെ. താണ്ടെ പോരട്ടെ. ഒരുപാടുണ്ട്. ഉള്ള പ്ലാന്റ് അതിനകത്തോട്ട് കാണിച്ചു. അതിനകത്തുള്ള പ്ലാന്റുകളൊക്കെ ഒന്ന് കാണിച്ചു. ചീറിഞ്ഞിൽ പോലെ പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് നോക്കി. റോസാ ചെടികൾ. റോസ് ഫെസ്റ്റ് ആണോ എന്ന് നിങ്ങൾ തോന്നണം. ആ രീതിക്കാണ് ഇപ്പോൾ നമ്മളെ പ്ലാന്റ് കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടി പോകുന്നത്. അതിന് അടിപൊളി വെറൈറ്റി ഒരു ലോറി സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനും സമയം പോലെ ഇതെല്ലാം ഒന്ന് ഇറക്കിയാലോ. കൂടെ പോയോ. അടുത്ത പച്ച റോസ് കണ്ടിട്ടില്ലാത്തവർ കാണാനായിട്ട് പച്ച റോസ്. അതേപോലെ തന്നെ റോസാ ചെടികൾ നോക്കി. നല്ല അടിപൊളി വെറൈറ്റി റോസാ ചെടികളെ. നോക്കി പ്ലാന്റുകളുടെ സൈസൊക്കെ നോക്കി. നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പം കൊണ്ടുവന്നേക്കുന്നത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. വലിയ ചട്ടി റോസ്, ചെറിയ ചട്ടി റോസ്, മീഡിയം ടൈപ്പ് ചട്ടി റോസ്. അതെല്ലാം ഫുൾ ലോഡ് സാധനം കേട്ടോ. ഫുൾ ലോഡ് സാധനമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അത് മൊത്തം ഇറക്കാൻ വേണ്ടി പോവാണ്. അടുത്ത ചട്ടി റോസ് നല്ല നിറച്ച് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്. നല്ല അടിപൊളി പ്ലാന്റുകൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് ഇറക്കാൻ വേണ്ടി പോകുന്നതാണ്. ബ്ലാക്ക് റോസ് നോക്കുക. ബ്ലാക്ക് റോസ്. ഫുള്ള് ഫ്ലവർ കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ്. സൂപ്പർ അടിപൊളി. അടുത്ത ബ്ലാക്ക് റോസ്. ഓക്കെ. അട്ടിയിട്ട് വന്നേക്കുന്നത്. അട്ടി ചെറുതായിട്ടൊന്ന് ചരിഞ്ഞ്, നല്ല കുഴപ്പമില്ല. പ്ലാന്റ് വലിയ ഡാമേജ് ഇല്ലാതെ തന്നെ പോരുന്നു. അടുത്ത ലോഡ് റോസ്. പച്ച റോസ്, ഗ്രീൻ റോസ്. ഓർക്കിഡ് റോസ്. അടുത്തത് താമര. ലോട്ടസ് താമര പോലെ വിരിഞ്ഞ് സെറ്റായിരിക്കുന്ന റോസ്. അടുത്ത റോസ്. ഇതൊക്കെ തീരും മുമ്പ് വന്ന് വാങ്ങിയാൽ കൊള്ളാം. അത് ഒരുപാട് ദിവസം കഴിഞ്ഞാൽ ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. ഫുള്ള് സെറ്റ് ചെയ്ത് വരുവാണേ. അടുത്ത ബ്ലാക്ക് റോസ് കേട്ടാ. നല്ല അടിപൊളി ബ്ലാക്ക് വെറൈറ്റി റോസ്. ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ടെങ്കിലും സൂപ്പർ. പടപടാവിടെ. അടുത്ത ഹൈബ്രിഡ് വെറൈറ്റി റോസ്. എത്ര വെറൈറ്റി അല്ലേ ഭയ്യ? അടിപൊളിയല്ലേ? അടുത്തത് മഞ്ഞക്കകത്ത് വരുന്ന വെറൈറ്റി ഒക്കെ എന്താ ഭംഗിയല്ലേ? യെല്ലോ. പുതിയ വെറൈറ്റിയാണ് അത്. റോസ് കൊള്ളാമല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ. അറച്ച് ഫ്ലവർ. അത് പുറത്തു വരുന്ന പ്ലാന്റുകളാണ്. ലോക്കൽ വെറൈറ്റികളല്ല. വലിയ ചട്ടിക്കകത്ത് നിറച്ച് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്. അടുത്ത പ്ലാന്റ് കലകം വെറൈറ്റി റോസുകളെ. റോസാ ചെടികളൊക്കെ കണ്ട് മനസ്സിലാക്കാം. നേരെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കാണാം. കുറേ ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. പെട്ടാന്ന് നിൽക്കണം. പട്ടാന്ന്. എല്ലാ പ്ലാന്റുകളും കുറേ ഈ ഒരു ഫുൾ ലോഡ് സാധനം മാക്സിമം ഇവിടത്തേക്ക് തന്നെ ആയിരിക്കും.
അന്നേരം എന്താണ്ട് അതിനകത്ത് കുറേ വെറൈറ്റി സാധനങ്ങൾക്ക് വരാനുണ്ട്. പ്ലാവൊക്കെ വരാനുണ്ട്, ഫ്രൂട്ട് പ്ലാന്റിലൂടെയൊക്കെ വരാനുണ്ട്. അന്നേരം എന്താണ്ട് ക്വാളിറ്റി നോക്കി, നല്ല ഹെവി നല്ല സൈസ് ക്രിസാന്തിമേ, നല്ല അടിപൊളി ക്രിസാന്തിമം സൈസ് ക്രിസാന്തിമം. അതേപോലെ തന്നെ റോസാ ചെടിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാം ഇനി ഇറങ്ങി റോസ് ഇരിപ്പുണ്ട്, പോയിന്റ് സൈറ്റ് ഇരിപ്പുണ്ട്, പിന്നെ ഡാലിയ ജെറിബറ ഒക്കെ ഉണ്ട് കേട്ടോ. ഡയാന്തസ് പിറ്റുമണിയൊക്കെ കാണണം. ഓർക്കിഡ് റോസ് ഇരിപ്പുണ്ട്, ബ്ലാക്ക് റോസ് ഇരിപ്പുണ്ട്, പച്ച റോസ് കാണാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ബ്ലാക്ക് റോസ് കൊണ്ടുവന്നിട്ടുണ്ട് കാണാനായിട്ട്. അന്നേരം പ്ലാന്റുകളൊക്കെ ഇറങ്ങിയാലോ, ബാ. എണ്ണുന്നുണ്ടോടാ? എണ്ണുന്നുണ്ടോ? നമ്മളിപ്പോൾ നിൽക്കുന്ന പുനലൂരാണ്. ഹാപ്പിനോറ 2026 നമ്മുടെ പുനലൂർ ഫെസ്റ്റിവൽ പുനലൂർ ഫെസ്റ്റിവൽ ഹാപ്പിനോറ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്, തുടങ്ങാൻ വേണ്ടി പോവുക. അന്ന് നമുക്ക് ഒരു ഫുൾ ലോഡ് സാധനം തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നോക്കി അടിപൊളി വെറൈറ്റി, കുറേ വെറൈറ്റി പ്ലാന്റുകൾ. ഏകദേശം ഒരു 10, 2000, 3000 റോസും, അതിൽ റോസാപ്പൂക്കളാണ്. വലിയ ചെട്ടി റോസ്, ചെറിയ റോസ് കുറച്ചേ ഉള്ളൂ. അന്നേരം അടിപൊളി ഒരു ലോഡ് സാധനം വരുന്നതാണ്. പ്ലാന്റുകളെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഏതാണ്ട് ഇറക്കി തുടങ്ങുവാണ്. അതുകൊണ്ട് ഇന്ന് 28-ാം തീയതിയാണ് നമ്മളിപ്പം ലോഡ് വന്ന് വൈകുന്നേരം ഇറങ്ങി തുടങ്ങിയേക്കുന്നതാണ്. അന്നേരം ഇനി കുറച്ച് ദിവസം ഞങ്ങളിവിടെ കാണും ഹാപ്പിനോറ 2026. അതിനകത്ത് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ കാണാനുണ്ട്. അതേപോലെ തന്നെ തലയുടെ മുകളിലൂടെ അക്വേറിയം, മീനൊക്കെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ പറക്കും. അടിപൊളിയാണ്, വെറൈറ്റി സാധനം. അതേപോലെ തന്നെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം, അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സ്റ്റാളുകളും ഒക്കെ ഉണ്ട്. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ 24 ന്യൂസ് കേരള ആണ് ഇതിനകത്ത് മെയിൻ സംഘാടകരിലൊന്ന്. അന്നേരം അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണാൻ വേണ്ടി കാണാം. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാനുണ്ട്. അതിൻ്റെ ഫുഡ് ഇറങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടി പോവാണേ. അതിന് നാട്ടെ അടിപൊളി ചീങ്കണ്ണി മത്സ്യം, അതായത് ലക്ഷങ്ങൾ വിലയുള്ള മത്സ്യങ്ങളെയൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അന്നേരം എവിടെയാണല്ലേ കറക്റ്റ് പുനലൂരും അഞ്ചൽ ഏരിയയിലാണ്. അഞ്ചലിലോട്ട് പോകുന്ന വഴിക്ക് ചുടുകെട്ടുമുക്ക് തന്നെയാണ് സ്ഥലത്തിൻ്റെ പേര്. ചുടുകെട്ടുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്നേരം വന്നു കഴിഞ്ഞാൽ കാണാം കേട്ടോ. ഭീമാകാരമായിട്ട് ഒരുപാട് അമ്യൂസ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 തട്ടിലായിട്ട് കിടക്കും കേട്ടോ. എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റാവുന്നേ ഉള്ളൂ. ഇപ്പം അകത്തോട്ട് കയറി കാണാനായിട്ട് പറ്റത്തില്ല. കാര്യം എല്ലാം ഒരുപാട് സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വർക്കുകളൊക്കെ നടക്കും. നമ്മൾ നേരത്തെ കൂട്ടി എല്ലാം സെറ്റിംഗ് ആയിട്ട് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഫുൾ ലോഡ് സാധനം ഈ ഒരു വണ്ടിയിലൊരു സാധനം എല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം ഇറക്കാൻ വേണ്ടി കിടക്കുവാണേ. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം, വാങ്ങാം. ഓക്കെ.